കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് കാർ മതിലിടിച്ച് കത്തി. പത്തനംതിട്ട മലയാളപ്പുഴ ചെങ്ങറയിലാണ് സംഭവം. തേക്കുതോട് സ്വദേശി ജിബിനാണ് വാഹനം ഓടിച്ചിരുന്നത്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീട് സന്നത്തോട് തേക്കുതോട് വീട് സന്നത്തോട് തേക്കുതോട് വീട് സന്നത്തോട് തേക്കുതോട്. പത്തനംതിട്ട മലയാളപ്പുഴയിൽ നിന്നുള്ള ദൃശ്യമാണ്. കാട്ടുപന്നി ആദ്യം ഇടിക്കുന്നു, ഇലക്ട്രിക് കാറാണ്, പിന്നീട് അത് പോയിട്ട് മതിലിടിക്കുന്നു. അങ്ങനെ മതിലിടിച്ച് കത്തി ഒരു തീഗോളമായി മാറിയിട്ടുള്ള കാറിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ചേരുകയാണ്. ഇന്ദു, ആദ്യം ജിബിൻ എന്നുള്ള ആളാണ് വാഹനം ഓടിച്ചിരുന്ന അറിയുന്നു. ജിബിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നോ? എന്താണ് സംഭവിച്ചത്? വിശ്വരൂപം. അക്ഷയ, ഭാഗ്യമെന്ന് പറയട്ടെ, ജിബിന് പരിക്കുകളൊന്നുമില്ല. പരിക്കുകൾ ഏതുമില്ലാതെ ജിബിൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കാട്ടുപന്നി ഇന്നലെ രാത്രിയിൽ ഒരു 1:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാട്ടുപന്നി കുറുകെ ചാടിയപ്പോൾ വെട്ടിക്കാൻ ശ്രമിച്ചതാണ്. നേരെ പോയി മതിലിനിട്ട് ഇടിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ തീ പടരുകയായിരുന്നു. പടർന്നു കയറുന്നതിന് മുൻപ് തന്നെ ജിബിൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് മാത്രം ജീവന് അല്ലെങ്കിൽ ഹാനി അല്ലെങ്കിൽ ഭയം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, പെട്ടെന്ന് തന്നെ തീ കയറി കാറിലേക്ക് മുഴുവൻ പിടിക്കുകയായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു തീഗോളമായി മാറി അത് മുഴുവൻ കത്തി നശിക്കുകയായിരുന്നു. അണയ്ക്കാനുള്ള സമയം പോലും ലഭിച്ചില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, രാത്രി സമയമായിരുന്നു, ചുറ്റുവട്ടത്തും ആരും ഉണ്ടായിരുന്നുമില്ല. കാറ് പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ കത്തി ഒരു കാറ് ഉപയോഗം ഇല്ലാത്ത രീതിയിലായി പോയിട്ടുണ്ട്. മാത്രമല്ല, ഈ പന്നി എവിടെ നിന്ന് വന്നെന്നറിയില്ല. കാരണം എപ്പോഴും പന്നിശല്യമുള്ള സ്ഥലമൊന്നുമല്ല. മറ്റു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അക്ഷയാർക്കും. ശരി, ഇന്ദുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. ഈ പറഞ്ഞ ഇന്ദു സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ആളുകളൊന്നും ഉള്ള ഒരു പ്രദേശമൊന്നുമല്ല, അങ്ങനത്തെ ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് കാട്ടുപന്നി ആദ്യം വന്ന് വാഹനം ഇടിക്കുന്നു, പിന്നീട് ഈ വാഹനം പോയി മതിലിടിച്ചാണ് അപകടമുണ്ടായത്.